പിള്ളേർ അടിപൊളിയായിട്ട് ബാറ്റിലൊക്കെ ചെയ്തു. എനിക്കൊരുപാട് സന്തോഷമായി. പിന്നെ അനോക്സിങ് ചെയ്യാൻ നിൽക്കുന്ന നമ്മളെ ഒരു ഫ്രണ്ടാണ് വിഷ്ണു. പിന്നെ എന്താ പിള്ളേർ ഭയങ്കര വൈബായിരുന്നു, കിഡിലായിരുന്നു ഗൈസ്. നമ്മളെ ജഡ്ജസാണ് ആ ഇരിക്കുന്നത്. പിന്നെ കുറേ പേരൻസ് എല്ലാവരും ഉണ്ടായിരുന്നു ഗൈസ്. ഹോപ്പ് നോട്ട്സിന് എഴുതിയിട്ടുണ്ട്. മാസ്റ്ററുണ്ട്. മാസ്റ്ററാണ് ഇതെല്ലാം നോക്കി നടത്തുന്ന മെയിനായിട്ട് നിൽക്കുന്ന ആൾ. അപ്പോൾ പിള്ളേരൊക്കെ നല്ല വൈബ്സായിരുന്നു ഗൈസ്. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു. എൻ്റെ ഡാൻസ് അടിപൊളിയായിരുന്നു ഗൈസ്. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഡാൻസിന് ആ ഒരു മേൽനോട്ടം തന്നത് മാസ്റ്ററാണ്. ആ മാസ്റ്ററിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. മാസ്റ്ററിന് നന്ദിയുണ്ട്. മാസ്റ്റർ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടം വരെ എത്തത്തില്ലായിരുന്നു. കുഞ്ഞു ബാച്ചിലൂടെ കളിച്ചൊരു സ്റ്റെപ്പാണ്. ഇതെനിക്ക് എന്തായാലും ഇടാൻ പറ്റത്തില്ല ഗൈസ്, കോപ്പിറൈറ്റ് അടിക്കും. നോക്കട്ടെ, ഇടാൻ പറ്റുമെങ്കിൽ നോക്കട്ടെ, വേറെ ഏതെങ്കിലും പാട്ട് ഇട്ട്. ഓക്കെ, അപ്പം അടിപൊളിയായിരുന്നു ഗൈസ്. നമ്മളെ സ്റ്റേഡിയം ആയിരുന്നു കൊല്ലം ഇരുമ്പ് പാലത്തിൻ്റെ അടുത്തായിരുന്നു ഈ സ്റ്റേഡിയം നിൽക്കുന്നത്. അമ്മമാരും അച്ഛന്മാരും ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ മാസ്റ്ററും. ഈ ഒരു അവസരത്തിൽ ഞാൻ മാസ്റ്ററിൻ്റെ അടുത്തൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ലവ് യു മാസ്റ്റർ, ലവ് യു ടു. പിന്നെ നമ്മൾ കേക്ക് വിതരണം ഉണ്ടായിരുന്നു കൊച്ചുങ്ങൾക്കെല്ലാം. ഞാനൊരു പാർട്ട് ആയി അത് ഒരെണ്ണം ജോയിൻ്റായി കഴിച്ചു. അപ്പോൾ നല്ല രസമായിരുന്നു ഇന്നലത്തെ പരിപാടി ഗൈസ്. പിള്ളേരൊക്കെ ഭയങ്കര പവറും എനർജിയൊക്കെ ആയിരുന്നു. ഞാനും നേരത്തെ കണ്ടപോലെ നല്ല എനർജിയൊക്കെ ആയിരുന്നു ഗൈസ്. നല്ല പരിപാടിയായിരുന്നു. ബാറ്റിൽ എന്നൊക്കെ പറഞ്ഞാൽ പിള്ളേർ വൈബാക്കി കളിച്ചു. ഒരുപാട് സന്തോഷമായിരുന്നു. എന്താ പറയുക, ഇത് ഞങ്ങളുടെ ജൂനിയർ പിള്ളേരാണ് കളിക്കുന്നത്. സീനിയേഴ്സ് പിള്ളേരുണ്ട്, അവർക്ക് വേറെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അവരത് ചെയ്തു. അപ്പോൾ അടിപൊളി പ്രോഗ്രാമായിരുന്നു ഗൈസ്. ജൂനിയേഴ്സ് ബാച്ചൊക്കെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തു. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഡാൻസ് ആയിരുന്നു. ഞാനും കുറച്ച് കിഡ്സ് ബാച്ച് പിള്ളേരും കൂടെ ചെയ്ത ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ ബാറ്റിലിൻ്റെ കുറച്ച് സംഭവങ്ങൾ കാണിക്കാനുണ്ടായിരുന്നു. ബാറ്റിൽ ജൂനിയേഴ്സ് പിള്ളേർ നല്ല അടിപൊളിയായിട്ട് എല്ലാവരും നല്ല രീതിയിൽ ചെയ്തു. എന്താ പറയുക, ഒരു രക്ഷയില്ല. പിള്ളേരൊക്കെ ഭയങ്കര വൈബ് സ്റ്റെപ്സൊക്കെ ആയിരുന്നു. ഞങ്ങളെ ബാച്ചിൽ കില്ലാടികളാണ് ഈ 2 പേരും. അപ്പോൾ അവരത് നല്ല രീതിയിൽ കളിക്കും. പിന്നെ എല്ലാവരും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തു. എന്താ പറയുക, അടിപൊളിയായിരുന്നു എല്ലാവരും. ഇന്നത്തെ ഡേ ഒക്കെ അടിപൊളിയായിരുന്നു, ഭയങ്കര വൈബായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളെ ക്ലാസ്സിലെ ഗേൾസിൻ്റെ ഡാൻസ് തുടങ്ങി. ഗേൾസിൻ്റെ ഡാൻസ് നമ്മളെ അമ്മമാരല്ല. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഞങ്ങളെ ഹോപ്പ് നോട്ട്സ് ഡാൻസ് സ്റ്റുഡിയോ. പാട്ടും ഡാൻസും ഒക്കെ ചേർന്നുകൊണ്ട് നല്ല ആഘോഷമൊക്കെ ആക്കിക്കൊണ്ട് ഞങ്ങൾ ഓരോ സമ്മർ ക്യാമ്പും ഞങ്ങൾ അടിപൊളിയായിട്ട് പക്ഷേ ഇന്നലത്തെ സമ്മർ ക്യാമ്പ് കഴിഞ്ഞതോടെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം കഴിഞ്ഞ് പോയല്ലോ, ഇനി അടുത്ത വർഷമേ ഉള്ളൂ സമ്മർ ക്യാമ്പ്. അതൊക്കെ ആലോചിക്കുമ്പോൾ സങ്കടം, അത്ര തന്നെ. അപ്പോൾ നല്ല രീതിയിൽ എനിക്കൊരു വിഷമമുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ബൈ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എൻ്റെ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ.